Alexa, stop there. Good morning. Today is Saturday, November 28th. Currently, in Ettumanu, Kerala, it's 27 degrees Celsius with mostly cloudy skies. Tonight, you can expect cloudy skies moving in and out, with a low of 24 degrees. Here's your news. From India Today. Alexa, turn on the inbox. Alexa, light one on. Alexa, share my to-do list. You've 3 items on your to-do list. Meeting with administrator at Marion Medical Center at 9 a.m. Alexa, I'm leaving. Bye dear. Come back soon. Alexa, I'm back. Alexa, desktop on. Alexa, charge my mobile. Alexa, turn off desktop. Alexa, turn on TV. Alexa, play Surare Potter Tamil movie on Amazon Prime. Getting Surare Poetry, Tamil, from Prime Video. Alexa, lights off. Alexa, lights on. Okay. Alexa, set an alarm tomorrow at 6 a.m. Alarm set for 6 a.m. tomorrow. Alexa, I'm going to sleep. Good night, dear. Love you. ഞാൻ എൻ്റെ റൂമിൽ ചെയ്ത ഓട്ടോമേഷനാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. എങ്ങനെ സ്വയം നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ഇണങ്ങിയ രീതിയിൽ ഓൺലൈനിൽ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്ത് ഓട്ടോമേഷൻ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഹൈ എൻഡ് വീടുകളിലാണ് ഓട്ടോമേഷൻ കാണാറുള്ളത്. ഓട്ടോമേഷൻ ഏജൻസികളെ ഏൽപ്പിച്ച് ഈ ഓട്ടോമേഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. സാധാരണ ഒരു വീട്ടിൽ ഒരു ബഡ്ജറ്റ് ഹോമിലൊക്കെ ഈ ഓട്ടോമേഷനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുന്ന കാര്യമല്ല. എങ്ങനെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ സാധാരണ വീടുകളിൽ ഓട്ടോമേഷൻ ചെയ്യാം എന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ സുബിൻ തോമസ്, ഗ്രീൻ ആഷ്വിൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. ഓട്ടോമേഷൻ ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ആദ്യം എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി. അതിനുശേഷം എൻ്റെ ഡെയിലി ലൈഫിനെ ഈസി ആക്കാൻ തക്കവണ്ണം എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണോ അതെല്ലാം ആമസോണിലൂടെ പർച്ചേസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ആമസോൺ അലക്സയാണ്. അതുപോലെ തന്നെ ആമസോൺ ഫയർ ടി വി സ്റ്റിക്കും, സ്മാർട്ടിഫൈ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്മാർട്ട് സ്വിച്ചസും, ഹീലിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്മാർട്ട് പ്ലഗും, ഓക്ടർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ IR ബ്ലാസ്റ്ററും ഒക്കെയാണ് ഞാൻ വാങ്ങിയത്. നമ്മൾ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ബ്രാൻഡിൻ്റെയും വൈഫൈ ഡിവൈസസ് വാങ്ങും. ഇപ്പം ഞാൻ സ്മാർട്ടിഫൈ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്വിച്ചസ് വാങ്ങി. അത് വെച്ചിട്ടാണ് നമ്മുടെ ലൈറ്റും ഫാനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹീലിയ എന്ന് പറഞ്ഞ പവർ പ്ലഗ് വാങ്ങിച്ചു, സ്മാർട്ട് പ്ലഗ്. അത് വെച്ചിട്ടാണ് നമ്മുടെ സോക്കറ്റുകൾ, അതായത് ടി വിയുടെ പ്ലഗുകൾ കണക്ട് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ അയൺ ബോക്സ് കണക്ട് ചെയ്തിരിക്കുന്നതും ഒക്കെ ഇതുപോലുള്ള സ്മാർട്ട് പ്ലഗിലാണ്. ഇങ്ങനെ പല വൈഫൈ ഡിവൈസുകളും ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വൈഫൈ ഡിവൈസുകളിലെയും ഒറ്റ യൂണിറ്റായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലക്സ ഉപയോഗിക്കുന്നത്. അലക്സ എന്ന് പറയുന്നത് ഈ ഡിവൈസുകളുടെ എല്ലാം ഒരു ഹബ്ബായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്മാർട്ടിഫൈ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സ്മാർട്ട് സ്വിച്ചസ് ആണ്. ഇത് 12 മൊഡ്യൂൾ സൈസിലാണ്. എനിക്ക് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു 12 മൊഡ്യൂൾ സൈസിലുള്ള നോർമൽ സ്വിച്ചിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു. അതിലെ ആ കവർ പ്ലേറ്റ് റീപ്ലേസ് ചെയ്ത്, സ്വിച്ചും കവർ പ്ലേറ്റും എല്ലാം റീപ്ലേസ് ചെയ്ത് ഡയറക്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് വയറിങ്ങിലൊന്നും ഒരു ആൾട്രേഷൻ വരുത്തേണ്ടി വന്നില്ല. ഡയറക്റ്റ് നമ്മുടെ വയർസ് എങ്ങനെയാണോ അത് ഡയറക്റ്റ് ഇതിനകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് 4 സ്വിച്ചസും അതുപോലെ തന്നെ ഒരു ഫാൻ്റെ സ്വിച്ചും ഫാൻ്റെ റെഗുലേറ്ററും ഉണ്ട്.
അപ്പം ഞാൻ എൻ്റെ പിക്ചർ ലൈറ്റ്സിന് എല്ലാം കൂടി ഒരു സ്വിച്ചും അതുപോലെ തന്നെ പാനൽ ലൈറ്റ്സിന് 2 സ്വിച്ചും പിന്നെ ബെഡ് ലൈറ്റിന് ഒരു സ്വിച്ചുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റേതായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്മാർട്ടിഫൈ എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആ ആപ്പ് ഉപയോഗിച്ചിട്ടും ഈ സ്വിച്ചുകൾ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഡിവൈസ് അലക്സയായിട്ട് കോമ്പാറ്റബിൾ ആണ്. അലക്സയുടെ വോയിസ് കമാൻഡ് വെച്ചിട്ടും നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ആമസോൺ ഫയർ TV സ്റ്റിക്കാണ്. ഇത് എൻ്റെ ഈ TV എന്ന് പറയുന്നത് ഒരു നോർമൽ പഴയ ഒരു TV ആയിരുന്നു. ഇത് ആൻഡ്രോയിഡ് ടൈപ്പ് TV അല്ല. അപ്പോൾ ഇതിനെ പ്രൈമും അല്ലെങ്കിൽ യൂട്യൂബും ഒക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫയർ TV സ്റ്റിക്ക് ഉപയോഗിച്ചത്. നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ വൈഫൈ ഡിവൈസുകളും വോയിസ് കമാൻഡിലൂടെ വർക്ക് ചെയ്യുന്നത് അലക്സയുടെ സഹായത്തോടെയാണ്. വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസും അലക്സയുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അലക്സയുടെ ആപ്പിലൂടെ നമുക്ക് ആഡ് ഡിവൈസ് എന്ന ഓപ്ഷനിലൂടെ നമ്മുടെ വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസുകളെല്ലാം അലക്സയായിട്ട് പെയർ ചെയ്യാം. ഈ പെയർ ചെയ്ത ശേഷം അതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുകയും ചെയ്യാം. ഈ പേരനുസരിച്ചിട്ട് നമുക്ക് വോയിസ് കമാൻഡിലൂടെ അതിനെ ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ കൺട്രോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഫാൻ്റെ കാര്യങ്ങളൊക്കെയാണ്, ഫാൻ %to 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ്റെ സ്പീഡ് ഒരു 60 എന്നുള്ള ലെവലിലേക്ക് സെറ്റ് ചെയ്യും. അതുപോലെ വോയിസ് കമാൻഡിലൂടെ എന്ത് കാര്യവും ഇത് മാനേജ് ചെയ്യാനായിട്ട് ആമസോൺ അലക്സയിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അലക്സ ഉപയോഗിച്ച് വോയിസ് കമാൻഡിലൂടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ വൈഫൈ ഡിവൈസും അലക്സ കോമ്പാറ്റബിൾ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമുക്ക് അലക്സ ഉപയോഗിച്ചിട്ട് റുട്ടീൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ വീഡിയോ കണ്ട പോലെ അലക്സ ഐ ആം ലീവിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലൈറ്റുകളെല്ലാം ഓഫായി, AC ഓഫായി, എല്ലാം റൂമിലുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം ഓഫായിട്ട് പോകുന്ന ഒരു രീതിയിൽ നമ്മളെ വീഡിയോയിൽ കാണുകയുണ്ടായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അലക്സയിൽ ആപ്ലിക്കേഷനിൽ റുട്ടീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലൂടെയാണ്. ഈ റുട്ടീനിൽ നമുക്ക് ഒരു നെയിം കൊടുത്ത് റുട്ടീൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വോയിസ് കമാൻഡ് കൊടുക്കുമ്പോൾ അലക്സ ഐ ആം ലീവിംഗ് എന്നൊരു വോയിസ് കമാൻഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് നടക്കേണ്ടതെന്നുള്ളത് നമുക്ക് അതിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഇതിൽ നോക്കുമ്പോൾ, ഈ ആപ്ലിക്കേഷനിൽ നോക്കുമ്പോൾ ഞാൻ റുട്ടീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഐ ആം ലീവിങ്. ആ ലീവിങ്ങിൽ ഞാൻ ഈ കൊടുത്തേക്കുന്ന ആക്ഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ലൈറ്റുകൾ ഓഫ് ആകണം, AC ഓഫ് ആകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം അലക്സയോട് ഐ ആം ലീവിങ് എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ അലക്സ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എന്ത് റുട്ടീനും ഈ അലക്സ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ അലക്സ ആപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഡിവൈസുകളെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാൻ ഈ ബെഡ്റൂമിലാണല്ലോ ഈ വൈഫൈ ഡിവൈസുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബെഡ്റൂം എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ ആ ഗ്രൂപ്പിലേക്കാണ് ഈ ഡിവൈസുകളെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഒറ്റ കമാൻഡിലൂടെ, അതായത് ബെഡ്റൂം ഓഫ് എന്നുള്ള ഒരു കമാൻഡിലൂടെ ഈ ബെഡ്റൂമിലുള്ള കംപ്ലീറ്റ് ഡിവൈസുകളെ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ അലക്സ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ആമസോൺ അലക്സ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പം വീട്ടിലില്ല, ഈ ഡിവൈസിൻ്റെ അടുത്തില്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് വെളിയിൽ എവിടെയെങ്കിലും വെച്ച് ആമസോൺ അലക്സയിലുള്ള ആപ്പിലൂടെ നമുക്ക് ഈ കമാൻഡുകളൊക്കെ ചെയ്യാനായിട്ടും പറ്റും. നമ്മൾ ഈ വീഡിയോ കണ്ട രീതിയിലുള്ള ഓട്ടോമേഷൻ എൻ്റെ ഈ റൂമിൽ ചെയ്യാനായിട്ട് ഏകദേശം ചിലവ് വന്നത് 15,000 രൂപയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോ കോസ്റ്റിൽ നമ്മുടെ ബഡ്ജറ്റ് ഹോമിലൊക്കെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങാവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ആർക്കിടെക്ചറിലെ പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.